सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। हरि ओम तत्सत्। अग्रे पश्यामि तेजो निबिडधरगलायावलीलोभनीयं पीयूषाप्लाविदोऽहं तदनु तदुदरे दिव्यकैशोरवेशं तारुण्यारम्भरम्यं परमसुखरसास्वादरोमाञ्चिदाङ्गै आवीदं नारदाद्यैर्विलसदुपनिषत्सुन्दरीमण्डलैश्च। ഒരു കൊല്ലം മുമ്പ് നമ്മൾ ഈ ചന്ദ്രയാൻ കേട്ടിട്ടില്ലേ? നമ്മുടെ ഭാരതം ചന്ദ്രനിലേക്കൊരു ഉപഗ്രഹം വിക്ഷേപിച്ചു. അതിനു മുമ്പ് റഷ്യക്കാരും അമേരിക്കക്കാരും ഒക്കെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഭാരതവും ആ രീതിയിലേക്ക് ഉയർന്നു. ആ വാർത്ത കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? അഭിമാനം അല്ലേ? നമ്മളൊക്കെ വളരെ ടി വിയുടെ മുമ്പിലൊക്കെ ഇരുന്ന് അത് വിക്ഷേപിക്കുന്ന സമയമൊക്കെ വളരെ ജാഗ്രതയോടെ ഇരുന്നു അല്ലേ? കുറേ കുട്ടികളൊക്കെ അവിടെ പോയി നേരിട്ട് കണ്ടവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അഭിമാനം, നമ്മുടെ രാജ്യവും അവിടം വരെ എത്തി എന്നുള്ളതിൽ നമുക്ക് അഭിമാനമുണ്ട്. ശരി, ഇനി ലോകത്തേക്ക് ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തം എന്താണെന്ന് പറയാമോ? ലോകത്തേക്ക് ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം, ഏറ്റവും വലിയൊരു കണ്ടുപിടുത്തം ഏതെങ്കിലും പറയൂ. ശാസ്ത്രത്തിലെയോ കണക്കിലെയോ ഏതെങ്കിലും? സംഖ്യകൾ, റൈറ്റ്. അപ്പോൾ സംഖ്യയ്ക്ക് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് അവർ പറയാത്തത്. എന്നാൽ ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നത് നോക്കുക. We owe a lot to the Indians who taught us how to count, without which no worthwhile scientific discovery could have been made. ലോകത്തിലേക്ക് ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ് സംഖ്യ. അതിന് നാം ഇന്ത്യക്കാരോട് കടപ്പെട്ടിരിക്കുന്നു. ആ സംഖ്യാ സമ്പ്രദായം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ശാസ്ത്രത്തിലെ വലിയ പുരോഗതിയൊന്നും ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നില്ല എന്ന് ഐൻസ്റ്റീനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനു മുമ്പ് ലാപ്ലാസ് അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് സീറോയുടെ കണ്ടുപിടുത്തം മഹത്തരമാണെന്നൊക്കെ. പക്ഷേ ഇത് നമ്മുടെ കുട്ടികളുടെ അടുത്ത് നമ്മൾ എത്തിക്കുന്നുണ്ടോ? ഈ സംഖ്യാസമ്പ്രദായമാണ് ലോകത്തിലേക്ക് ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ന് ഏതെങ്കിലും ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ കുട്ടികൾക്ക് അതറിയാനും വയ്യ. ഇത് ആരാണ് കണ്ടുപിടിച്ചത്? എങ്ങനെയുണ്ടായി? അതിനെപ്പറ്റി പഠിക്കുന്നുണ്ടോ? ഇത്രയും വലിയ കണ്ടുപിടുത്തം ആണ് സംഖ്യയെങ്കിൽ സംഖ്യാശാസ്ത്രം വളരെ സമ്പൂർണ്ണമാണ്. അതിതുവരെ പഠിച്ചു തീർന്നിട്ടില്ല. അതാണ് അതിൻ്റെ രസം. ചെറിയൊരു സംഭവമാണ് ദശസംഖ്യാ സമ്പ്രദായം. പക്ഷെ അതിതുവരെ പഠിച്ചു തീർന്നില്ല. എത്ര തിയറങ്ങളാണെന്നറിയാം അതിനകത്ത് വരുന്നത്. ഇപ്പോഴും തിയറങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയ്ക്ക് ബൃഹത്തായ ഒരു സംഭവമാണ് സംഖ്യാസമ്പ്രദായം. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിരിക്കുന്നത് ഇൻഡോ അറബിക് ന്യൂമറൽസ്, അല്ലെങ്കിൽ ഇപ്പോൾ അത് ഹിന്ദു അറബിക് ന്യൂമറൽസ് എന്നാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്ന് കേട്ടോണം നിങ്ങൾ. യജുർവേദത്തിലെ ഒരു മന്ത്രമാണ്. ഏകാച ദശ ച ശതം ച സഹസ്രം ച അയുതം ച നിയുതം ച പ്രയുതം ച അന്ത്യം മധ്യം പരാർദ്ധശ്ചൈതാമേ അഗ്ന ഇഷ്ടഗാധേന വസന്തു. എന്താ മനസ്സിലായി? 1 തൊട്ട്
പരാർത്ഥം വരെയുള്ള സംഖ്യാസമ്പ്രദായമാണ് ഈ ഒരു ചെറിയ മന്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏകാച, ഏക 1, ദശ 10, ശതം 100, സഹസ്രം 1000, അയുതം 10000, നിയുതം ലക്ഷം എന്ന് തുടങ്ങി അയുതം, നിയുതം, പ്രയുതം, അർബുദം, നിർബുദം, അന്ത്യം, മധ്യം, പരാർത്ഥശ്ചൈതാമേ അഗ്ന ഇഷ്ടഗാധേന വസന്തു. പരാർത്ഥം എന്ന് പറഞ്ഞാൽ 10⁻12. ഒന്നിട്ടിട്ട് 12 പൂജ്യം ഇടുക. മനസ്സിലായോ? അപ്പോൾ സ്ഥാനവിലയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പ്ലേസ് വാല്യൂ സിസ്റ്റമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതെവിടെയാണെന്നറിയാവോ? യജുർവേദത്തിൽ. മറ്റു വേദങ്ങളിലൊക്കെ ഉണ്ട്, അത് പിന്നീട് വരും. അപ്പോൾ ഇത്ര അടുക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് യജുർവേദത്തിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് മേധാതിഥി എന്ന് പറയുന്ന ഋഷിയാണ് ഇതെഴുതിയിരിക്കുന്നത്. ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥം എന്ന് പറയുന്നത് ഏതാണ്? അറിയപ്പെടുന്നതിൽ വെച്ച് ലോകത്തിലെ ആദ്യത്തെ ഗ്രന്ഥം വേദം. അതിലത്തെ ഒരു ഉദ്ധരണിയാണ് ഞാനിപ്പോൾ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, സംഖ്യയ്ക്ക് എത്ര പഴക്കമുണ്ടെന്ന്. സംഖ്യാസമ്പ്രദായം അതേസമയം 10ാം നൂറ്റാണ്ടിലാണ് ഇത് യൂറോപ്പിലെത്തിയത്. അതുവരെ ഗ്രീക്കുകാരും റോമാക്കാരും ഒക്കെ 1 തൊട്ട് 100 വരെയും 1000 വരെയൊക്കെ അറിയാമായിരുന്നുള്ളൂ. അത് മാത്രമല്ല, അവരുടെ സംഖ്യാസമ്പ്രദായം ഒരു ക്രിയയും ചെയ്യാൻ പറ്റില്ല അതിൽ. ഇപ്പോൾ 29 എഴുതുന്നത് ഒരു 10, പിന്നെ ഒരു വര, പിന്നെ ഒരു 10, അപ്പോൾ അങ്ങനെ 29. അതിൻ്റെ താഴെ 12 എന്ന് എഴുതി ഗുണിക്കാൻ പറ്റില്ല. മനസ്സിലായ? കൂട്ടേണ്ടി വരും. അപ്പോൾ ഈ ദശസംഖ്യാ സമ്പ്രദായം, ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായിട്ടും വേദകാലത്തെ ഉള്ളതാണ്. അതിന് തെളിവെന്താണെന്ന് വെച്ചാൽ എല്ലാ മറ്റ് ഗ്രന്ഥങ്ങളിലും വൈദ്യശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. ഈജിപ്തുകാരെ പോലെ എന്താണ് സെക്സാഗസിമൽ സിസ്റ്റം അങ്ങനെയൊന്നുമില്ല, ബൈനറി സിസ്റ്റം അങ്ങനെയൊന്നുമില്ല. ഇതുതന്നെയാണ് കംപ്ലീറ്റ് നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും നമ്മുടെ സാഹിത്യത്തിലും മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ സംഖ്യാസമ്പ്രദായമാണ്. ഇനി വാൽമീകിയുടെ കണക്ക് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. വാൽമീകി ഏത് ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്നതാണ് വാൽമീകി. അദ്ദേഹം ഈ 1, 10, 100, 1000 എന്ന് തുടങ്ങിയിട്ട് എത്ര വരെ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? മഹൗഘം 10⁻62. ഒന്നിട്ടിട്ട് 62 പൂജ്യം ഇടണം. ആർക്കെങ്കിലും വായിക്കാൻ പറ്റുമോ അങ്ങനൊരു സംഖ്യ? ഇപ്പോഴൊരു PhD എടുത്താലും ഇങ്ങനൊരു സംഖ്യ വായിക്കാൻ പറ്റുമോ? ഇല്ല. മഹൗഘം അതങ്ങ് വെറുതെ പറഞ്ഞിരിക്കുകയല്ല. ഇതിൽ ഇൻ്റർനാഷണൽ സയൻസ് അക്കാഡമി പറഞ്ഞിരിക്കുന്നത് ഇത് ഈ ഭാരതീയർക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. അവരിങ്ങനെ വെറുതെ ഇരിക്കുമ്പം കുറേ സംഖ്യകളുടെ പേരുകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കും. ഞാൻ ഈ ബുക്കിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. ചുമ്മാ കുറേ പേരുണ്ടാക്കുമെന്ന്. ശതം ശതസഹസ്രാണാം കോടിമാഹുർമനീഷിണ. ഇതാദ്യം പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. ശതം ശതസഹസ്രാണാം കോടിമാഹുർമനീഷിണ ഒന്ന് എഴുതി നോക്കിക്കോളൂ. ശതം എത്രയാ? 100. പിന്നെ അതിൻ്റെ കൂടെ ഒരു ശതം, പിന്നെ സഹസ്രം എഴുതി നോക്കൂ. ശതം ശതസഹസ്രാണാം കോടിമാഹുർമനീഷിണ. 100 100,000 ചേർന്നാൽ കോടിയാകും. കിട്ടുന്നുണ്ടോ? 100 100,000 എഴുതിയിട്ട് എണ്ണി നോക്കൂ. എത്രയായി? 1, 10, 100, 1000, 10,000, ലക്ഷം, 10 ലക്ഷം, കോടി. 1 crore, ഒരു കോടി എന്ന് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള സംഖ്യകളുടെ എല്ലാ ലിസ്റ്റ് പറഞ്ഞിട്ട് അവസാനം മഹൗഘം. അപ്പോൾ ഇതാണ് നമ്മുടെ സംഖ്യാസമ്പ്രദായം. ഇത് നമ്മുടെ പുസ്തകങ്ങളിലെങ്ങും ഇല്ല.